നിങ്ങൾക്കും എനിക്കും ഒരേ അവസരമാണ് ഈ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ ഡിയർ ഫ്രണ്ട്സ് ഒരുക്കുന്നത്. നിങ്ങളിത് നന്നായി പഠിച്ച് ഇത് ഏറ്റെടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് 10-20 വർഷം നിങ്ങൾ അധ്വാനിച്ചിട്ട് നടക്കാത്ത മാറ്റങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലാനാണ് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഇടനിലക്കാരെ, പരസ്യക്കാരെ ഒഴിവാക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ സമ്പന്നരായ ആൾക്കാരുടെ പോക്കറ്റിലേക്ക് പോകുന്ന പണം പലവിധ ബോണസുകളായിട്ടും ബെനിഫിറ്റുകളായിട്ടും ഈ കമ്പനി നിങ്ങൾക്ക് നൽകും. ഓരോ കുടുംബങ്ങൾക്കും നൽകേണ്ട ഡിയർ ഫ്രണ്ട്സ്, ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച്. അപ്പം ഇതിൽ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു അഡ്വൈസർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനമാണ്. ഞാനത് നിരവധിയായ രീതിയിൽ പറയാം. ആ വരുമാനത്തിന് പുറമെ 12ഓളം ബോണസുകൾ കമ്പനി മാസം തോറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തരും. 12ഓളം ബോണസുകൾ, അത് വഴിയെ പറയാം. അപ്പൊ ഈ 12ഓളം ബോണസുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള വരുമാനം കിട്ടുന്നതോടൊപ്പം തന്നെ കമ്പനി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി ഉയർത്താൻ വേണ്ടിയിട്ട് ധാരാളം ഫണ്ട് കമ്പനി മാറ്റിവെച്ചിട്ടുണ്ട്. തുടക്കകാലങ്ങളിൽ നിങ്ങൾക്ക് ബൈക്ക് വാങ്ങാൻ കമ്പനി വെഹിക്കിൾ ബോണസ് എന്ന് പറഞ്ഞൊരു ബോണസ് തരും, പെട്രോൾ അടിക്കാൻ. ഇന്ത്യ കാണാൻ വേണ്ടി നാഷണൽ ട്രാവൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ബോണസ് കമ്പനി നൽകുന്നുണ്ട്. ലോകം കാണാൻ വേണ്ടിയിട്ട് 2 പേര് നിങ്ങൾ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഈ ഫണ്ടുകളെല്ലാം കിട്ടും. 2 പേരെ നിങ്ങൾ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ വേൾഡ് ടൂർ ഫണ്ട് കിട്ടും. 3 പേരെ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ലക്ഷറി കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് നിങ്ങൾക്ക് തരും. 4 ആൾക്കാരെ നിങ്ങളുടെ താഴെ ഡയറക്ടേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട് വയ്ക്കാനുള്ള ഫണ്ട് നിങ്ങൾക്ക് തരും. ഇത് വലിയ ഫണ്ടാണ്. ഞാൻ വർഷങ്ങളായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഫണ്ടാണ്. നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അവസരം എല്ലാവർക്കും മോഡിക്കൽ ഒരുപോലാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ എങ്ങനെയാണ് നമുക്കിത് നേടിയെടുക്കാൻ കഴിയുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാ മാസവും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന കൺസ്യൂമർ പ്രോഡക്റ്റുകൾ നമ്മൾ മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് മറ്റ് കടകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാറ്റിയിട്ട് മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങളാക്കണം. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 10-3000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മോഡി കെയറിൽ നിന്ന് വാങ്ങുക, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു 4-5 കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കുകയും ചെയ്യാം. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ അധിക വരുമാനം ആവശ്യമുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എഴുതിയാൽ, നിങ്ങളൊരു 100 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. അവരോട് 10 പേരോട് നിങ്ങൾ ഷെയർ ചെയ്താൽ 3-4 ആൾക്കാരെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. ഒരു 4 പേരെ മോഡിക്കലെ കൊണ്ടുവന്നിട്ട് അവർക്ക് കൂടെ അധിക വരുമാനം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും മോഡി കെയറിന്റെ ഇൻഫിനിറ്റി പ്ലാനിലൂടെ. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് മോഡി കെയറിൽ നിന്ന് വാങ്ങിച്ചാൽ 68% വരെ ലാഭം കിട്ടും. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളൊരു 3000 രൂപയ്ക്ക് മോഡി കെയറിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ, എക്സാമ്പിൾ ആണ്, എത്ര വേണമെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ DP എന്ന് പറയും, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിലാണ് കമ്പനി തരുന്നത്. 33% വിലക്കുറവിലാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിന്റെ MRP എന്ന് പറയുന്നത് 3990 രൂപയായിരിക്കും. 50 PV നിങ്ങൾക്കുണ്ടാകും. ഈ 50 PV നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ, വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ സാധാരണ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് പ്രോഡക്റ്റുകൾ നമ്മൾ വിറ്റാലേ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ സ്വന്തം നിലയിലുള്ള മാർക്കറ്റിംഗ് വളരെ കുറച്ച് ചെയ്താൽ മതി. നിങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ മതി. അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ 3000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 33% റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും, 990 രൂപ കിട്ടും. പിന്നെ 15-ാം തീയതി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% റീപർച്ചേസ് ഓഫർ കിട്ടും. അതൊരു 300 രൂപ കിട്ടും. ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഓഫർ മോഡിക്കലുണ്ട്. നിങ്ങളൊരു 6 മാസം തുടർച്ചയായി 25-ാം തീയതി 2500 അല്ലെങ്കിൽ 3000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ 7-ാമത്തെ മാസം നിങ്ങൾക്ക് ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ തരും കമ്പനി. അതിനെ ലോയൽറ്റി എന്നാണ് പറയുന്നത്. വീണ്ടും നിങ്ങൾ ഒരു 6 മാസം 3000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 7-ാമത്തെ മാസം ആകുമ്പോൾ വീണ്ടും ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ് 6 മാസത്തേക്കുള്ള ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു 12 മാസം ചെയ്യുമ്പോൾ 2 ഓഫറായി. ഈ 12 മാസവും തുടർച്ചയായിട്ടാണെങ്കിൽ ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ട് 3-ാമതൊരു ഓഫറുടെ കമ്പനി തരും. അത് ഒരു 3000 രൂപ മിനിമം ഉണ്ടാകും. 10000 രൂപ വരെ ഓരോ ഇന്റർവെല്ലിലും കമ്പനി ഈ ഓഫർ തരും. അത് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ 25% വരും. മോഡി കെയറിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ
750 രൂപയോളം കിട്ടും ഈ ബെനഫിറ്റ്. അങ്ങനെ 2040 രൂപ നിങ്ങൾ ഓരോ മാസവും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് 68% ബെനഫിറ്റ് കിട്ടും. പർച്ചേസ് ബെനഫിറ്റ് എന്നാ പറയുന്നത്. ഇത് അതിശയകരമാണ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ എത്രയോ വർഷമായി കടകളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്. ഏതെങ്കിലും ഒരു കടക്കാരൻ തന്നിട്ടുണ്ടോ ഈ ബെനഫിറ്റുകൾ? എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കടക്കാരനോ മാർജിൻ ഫ്രീ ഷോപ്പുകാരനോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? പക്ഷെ ഇവിടെ കമ്പനി ആ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന കംപ്ലീറ്റ് ബെനഫിറ്റും ഇതിലെ ഒരു കൺസ്യൂമർക്ക്, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഒരു അഡ്വൈസർക്ക് കമ്പനി നൽകുകയാണ്. 68% കിട്ടി. ഇതിനു പുറമെ ഇതിനൊരു ബിസിനസ് ഓളിയുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട 50 പോയിന്റ് വാല്യൂ ഉണ്ട്. ഇതിന് 2 മുതൽ 6% വരെയുള്ള ബോണസ് നിങ്ങൾക്ക് ബാങ്കിൽ കിട്ടും. നിങ്ങളുടെ സ്വന്തം പർച്ചേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നെറ്റ്വർക്ക് ബോണസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അധിക വരുമാനം ആവശ്യമുള്ള നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരുമായ ഒരു 3-4 ആൾക്കാരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. 100 കണക്കിന് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയും. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് 100 കണക്കിന് ആൾക്കാരെ. അപ്പൊ ഒരു 4 പേരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവർ നിങ്ങൾ ചെയ്ത പോലെ 3000 രൂപ പർച്ചേസ് ചെയ്താൽ 50 PV അവരും ചെയ്യും, നിങ്ങളും 50 PV ചെയ്ത് ഈ 4 പേരും 50 PV ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫ് 4 എന്ന് പറയുന്ന ഒരു ബോണസിന് നിങ്ങൾക്ക് അർഹമാകും. കമ്പനിയുടെ ഓരോ മാസത്തെയും സെയിൽസ് വോളിയത്തിന്റെ 5% കമ്പനി മാറ്റിവെച്ചിരിക്കുകയാണ് തുടക്കക്കാരായ ആൾക്കാർക്ക് ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ഒരു 1000 രൂപ ഇൻകമായിട്ട് കിട്ടും. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾ 3000 രൂപ പർച്ചേസ് ചെയ്ത് 50 PV ചെയ്ത് 4 പേര് താഴെ 50 PV ചെയ്ത് കഴിഞ്ഞാൽ 250 PV നിങ്ങളുടെ ഗ്രൂപ്പിൽ സെയിൽസ് നടന്നു കഴിയുമ്പോൾ ആ സെയിൽസിൽ നിന്നും 1028 രൂപ, അത് ഇവിടെ കാണിക്കുന്നുണ്ട്, 108 രൂപ പ്രോഗ്രഷൻ ബോണസും കിട്ടും, 920 രൂപ പവർ ഓഫ് 4 കിട്ടും. അങ്ങനെ 1028 രൂപ നിങ്ങൾക്ക് ആ മാസം വരുമാനമായിട്ട് കിട്ടും. ഈ വരുമാനം നിങ്ങൾ കൊണ്ടുവന്ന 4 സുഹൃത്തുക്കൾ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന മാസം നിങ്ങൾ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടും. നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടും. ഡിയർ ഫ്രണ്ട്സ്, 4 പേരെ സപ്പോർട്ട് ചെയ്ത് ഈ പവർ ഓഫ് 4ന്റെ 2 ഷെയർ വാങ്ങി 1000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രമാണ് നിങ്ങൾ വാങ്ങുന്നത്. 1100 PV ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് കമ്പനി ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് നാഷണൽ പൂളിൽ നിന്ന് ഡയറക്ടർ ബോണസും വെഹിക്കിൾ ബോണസും നാഷണൽ ട്രാവൽ ബോണസും നേരത്തെ കണ്ട രീതിയിൽ 5000 രൂപയ്ക്ക് മേളിൽ കിട്ടും. ഇനി നിങ്ങളുടെ വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവന്ന ഈ 4 ആൾക്കാരെ നിങ്ങൾ ഡയറക്ടേഴ്സ് ആയിട്ട് വളർത്തിയെടുക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ടീമിൽ. അപ്പൊ 1100 PV ഒരാൾ ഗ്രൂപ്പ് PV കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ ഡയറക്ടർ ആവും. നിങ്ങൾ 4 പേരെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചോ, ആദ്യത്തെ ആള് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സീനിയർ ഡയറക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബിസിനസ്സിൽ ഏറ്റവും മനോഹരമായ ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അതിന്റെ പേരാണ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന ബോണസ്. ഒരു സാധാരണ സീനിയർ ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് 7000 രൂപ വരുമാനം കിട്ടും, അതിന് മേളിൽ വരുമാനം കിട്ടും. ഒരു ലെഗിന്റെ മെന്റർഷിപ്പ് ബോണസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 20000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടും ഈ സീനിയർ ഡയറക്ടർ റാങ്കിൽ. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ലെഗാണ് ഡയറക്ടർ റാങ്ക് ആയിരിക്കുന്നത്. മെന്റർഷിപ്പ് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡയറക്ടറായ ലെഗിൽ 3600 PGBV കൊണ്ടുവന്നാൽ മതിയാകും. ഇനി രണ്ടാമത്തെ ലെഗ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നാണ് നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയാൽ നേരത്തെ പറഞ്ഞ ബോണസിനൊക്കെ പുറമെ വേൾഡ് ടൂർ ഫണ്ട് കിട്ടും. വിദേശ യാത്ര എല്ലാ വർഷവും കമ്പനി 2 ടേൺ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, അതിനെക്കുറിച്ച് പറയാം. വിദേശ യാത്ര നടത്തുന്നുണ്ട്. അപ്പൊ ആ വിദേശ യാത്രയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി കിട്ടും. എന്ത് മനോഹരമാണ്! എല്ലാ വർഷവും വിദേശ യാത്രയാണ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ 23 തവണ വിദേശ യാത്ര ചെയ്ത്, കോവിഡ് ആയതുകൊണ്ട് 3 പ്രാവശ്യം പോകാൻ പറ്റിയില്ല. കമ്പനി ഒരു 4 ലക്ഷത്തോളം രൂപയാണ് ആ സമയത്ത് ഫണ്ട് എനിക്ക് റിലീസ് ചെയ്ത് തന്നത്. എനിക്ക് നിങ്ങൾക്ക് ഒരേ അവസരമാണ് ഡിയർ ഫ്രണ്ട്സ്. ഇവിടെ 3 ടീമിനെ നിങ്ങൾ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള റാങ്ക് നിങ്ങൾ അച്ചീവ് ചെയ്യും. വിദേശ യാത്രയ്ക്ക് പുറമെ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കമ്പനി കാശ് തരും.
വിദേശയാത്രയ്ക്ക് ഒരു മാസം 30,000 രൂപ വരെ തരും. കാറ് വാങ്ങാൻ 40,000 രൂപ വരെ തരും. ഞാൻ 3 കാറാണ് മോഡിക്കലിലൂടെ ഈ ഫണ്ടിലൂടെ വാങ്ങിയത്. പുതിയ കാർ ഞാനിപ്പം ആസ്റ്റർ കാറാണ്, 20 ലക്ഷം രൂപയുടെ ആസ്റ്റർ കാറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം റിയൽ ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണാനും കണ്ടു ബോധ്യപ്പെടാനും സാധിക്കും. എനിക്ക് നിങ്ങൾക്ക് ഒരേ അവസരമാണ്, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ അവസരമാണ് ഡിഫറൻസ്. ദെൻ നിങ്ങൾ കൊണ്ടുവന്ന 4 ആൾക്കാരും ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ, നമ്മുടെ ടീമിൽ പ്രകാശ് സാറും നമ്മളെ മഹേഷ് സാറും ഒക്കെ പ്ലാറ്റിനം ഡയറക്ടേഴ്സ് ആണ്. 4 പേര് ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ പ്ലാറ്റിനം ഡയറക്ടർ എന്നാണ് പറയുന്നത്. ഈ കമ്പനിയുടെ ഈ ഇൻഫിനിറ്റി പ്ലാനിന്റെ 90% വരുമാനം നിങ്ങൾക്ക് കിട്ടും. 4 പേര് ജസ്റ്റ് ഡയറക്ടർ ആകുകയാണെങ്കിൽ 10-20,000 രൂപയ്ക്കകത്ത് വരുമാനം കിട്ടും. 4 ലെഗിനെ മെന്റർഷിപ്പ് ബോണസിന് ക്വാളിഫൈ ചെയ്തെടുത്താൽ നിങ്ങളുടെ സീനിയേഴ്സിനോടൊപ്പം നിന്ന് നിങ്ങൾ പൊരുതി 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയേണ്ട ഫ്രണ്ട്സ് 1 ലക്ഷം രൂപയ്ക്ക് മേലുള്ള വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. 6 മാസം കൊണ്ടൊക്കെയാണ് ആൾക്കാർ ഇത് നേടിയെടുക്കുന്നത് മോഡിക്കലിൽ. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ അധിക വരുമാനമായി നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വരണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇൻകം വരണം. കാര്യം ഈ സാലറി പോലുള്ള ഇൻകം വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സോഴ്സാണ് ഇൻകം. പല ചെലവുകൾ പല പൈപ്പാണ്, അതങ്ങ് ഒഴുകിപ്പോകും. പക്ഷെ അവിടെ ഒരു എക്സ്ട്രാ ഇൻകം വീണാലേ സാമ്പത്തികമായി നമുക്ക് ഉയരാൻ പറ്റൂ. അതിനുള്ള നല്ല അവസരമാണ് മോഡിക്കർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പ്ലാറ്റിനം ഡയറക്ടർ റാങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുമാനം വാങ്ങിക്കാൻ കഴിയും. ഇനി ഈ പറയുന്ന എല്ലാ ഹൗസ് ഫണ്ട് ഉൾപ്പെടെയുള്ള 90% ബോണസുകളും പ്ലാറ്റിനം ഡയറക്ടർ റാങ്കിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ള 2 ബോണസാണ് റെഡ് ഡയമണ്ട് ബോണസും ബ്ലൂ ഡയമണ്ട് ബോണസും. റെഡ് ഡയമണ്ട് ബോണസ് ഈ 4 ലെഗിനെ തന്നെ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് 2 പേര് എക്സിക്യൂട്ടീവ് ഡയറക്ടറും 2 പേര് സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ റെഡ് ഡയമണ്ട് ഡയറക്ടർ ആവും. എൻ്റെ പൊസിഷനാണത്. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ഈ റെഡ് ഡയമണ്ട് ബോണസ് മാത്രം കിട്ടും. ഞാൻ ഈ റെഡ് ഡയമണ്ട് ബോണസിൽ ഏകദേശം 10-25,000 രൂപയ്ക്ക് മേളിൽ റെഡ് ഡയമണ്ട് ബോണസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓളിയം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് 3 ലക്ഷം രൂപ വരെ കിട്ടും. 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുമാനം വാങ്ങുന്ന റെഡ് ഡയമണ്ട് ബോണസ് ടൈറ്റിലാണ്. ഇനി ബ്ലൂ ഡയമണ്ട് ബോണസ് ടൈറ്റിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാന്നുണ്ടെങ്കിൽ 4 ലെഗിൽ തന്നെ ഫോക്കസ് ചെയ്താൽ മതി, അതിനെ ഡെവലപ്പ് ചെയ്താൽ മതി. ഒരു മാസം 10 ലക്ഷം രൂപ വരെ ഈ ബ്ലൂ ഡയമണ്ട് ബോണസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും നിങ്ങളുടെ ഒരു മാസം വരുമാനം. ഈ ബോണസ് മാത്രമാണ് 10 ലക്ഷം രൂപ. ബാക്കി എല്ലാ ബോണസും കിട്ടും. അതിന് പുറമെ കിട്ടുന്ന ബോണസുകളാണ് ഡിഫറൻസ്. വളരെ വളരെ വലിയൊരു കരിയർ പാത്ത്. ഒരു 4 ലെഗിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പം ഞങ്ങളൊക്കെ നേരത്തെ വർക്ക് ചെയ്ത 14 ലെഗ് വെച്ചിട്ടാണ്. നിങ്ങളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ആൾക്കാർ. കാര്യം ഇത്രയും മനോഹരമായ ഒരു പ്ലാൻ വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും ഇല്ല ഡിയർ ഫ്രണ്ട്സ്. ഇനി നിങ്ങൾ ഇത് മനസ്സിലാക്കി ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന 2 വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയും. പല പല അവസരങ്ങളിൽ നിങ്ങൾ പോയി ഇനിയും പഴയതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ പല പല അവസരങ്ങൾ എടുത്ത് ചെയ്യും. പക്ഷെ ഒരിടത്തും വിജയിക്കില്ല. പല വള്ളത്തിൽ ചവിട്ടി യാത്ര ചെയ്ത് അവസാനം വെള്ളത്തിൽ കിടക്കത്തേ ഉള്ളൂ. നമ്മളെയൊക്കെ വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് മോഡിക്കർ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി, അതിൽ നമ്മൾ അടിയുറച്ച് നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അങ്ങനെയുള്ള നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞത്. ഇനി ഇന്റർനാഷണൽ ട്രിപ്പിന് പുറമെ പുതുതായി കടന്നു വരുന്ന ആൾക്കാർക്ക് ഈ മാസങ്ങളിൽ ഗോവയിൽ കമ്പനി ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. 2 നൈറ്റും 3 ഡേയും ഗോവയിൽ നിങ്ങൾക്ക് കമ്പനി എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. നിങ്ങൾ പുതുതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വരുന്ന 7 മാസം, ഈ മാസം ഉൾപ്പെടെ 7 മാസത്തിനകത്ത് 5 മാസം ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോകാൻ കഴിയും. നിലവിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ടൈറ്റിൽ, നിങ്ങൾ ജൂൺ മാസത്തിൽ എന്ത് ടൈറ്റിലാണോ അതിൻ്റെ തൊട്ട് മേളിലത്തെ ടൈറ്റിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോകാൻ കഴിയും. വളരെ നല്ല അവസരമുണ്ട്, എല്ലാവരും ഉപയോഗിക്കുക. അതുപോലെ തന്നെ മോഡിക്കൻ്റെ ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പഠിക്കാനും ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് പഠിക്കാനും മലയാളത്തിൽ നമ്മളെ ടീം പോസിറ്റീവ് ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട്. 130 രൂപ മാത്രമേ ഇതിൻ്റെ മുഖവിലയുള്ളൂ. കോസ്റ്റ് പ്രൈസാണ്. ശരിക്കും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു പുസ്തകമാണിത്. കാര്യം ഇതിൽ കടന്നു വരുന്ന ആൾക്കാർ അവരുടെ എത്രയോ ജനറേഷനിലേക്കാണെന്നറിയോ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ സീനിയറായിട്ടുള്ള ജെബിസാറാണ്. ജെബിസാറ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് കുറച്ച് നാൾ നന്നായി ചെയ്ത് എന്നെപ്പോലുള്ള ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ഇന്നും 4-4.5 ലക്ഷം രൂപ പ്രതിമാസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ ജെബിസിന്
പാസീവ് ഇൻകമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പാസീവ് ഇൻകം എങ്ങനെ ലഭിക്കും? അതിന്റെ സിസ്റ്റം എന്താണ്? ഇൻഫിനിറ്റി പ്ലാൻ എന്താണ്? ഇതിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ? വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡയറക്ട് സെല്ലിങ്ങിൽ എന്ത് ചെയ്തുകൂടാ എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു 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 സക്സസ് ഗൈഡാണ് ഇന്ന് ഈ ഗൈഡ് എന്ന് പറയുന്നത്. നിങ്ങളും സ്വായത്തമാക്കുക, അതുപോലെ ടീമിനെ കൊണ്ടും ഈ ഈ ഗൈഡ് വാങ്ങി നിങ്ങൾ കൊടുക്കണം, പ്രൊമോട്ട് ചെയ്യണം. കാര്യം നോളജാണ്, അറിവാണ് ഇതിനകത്ത് സമ്പത്ത് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖ ഈ 2019 ഫെബ്രുവരി മാസമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അതിൽ നമ്മളെ ചെയർമാനായിട്ടുള്ള സമീർ മോഡി സാറിന് പ്രത്യേക ക്ഷണവും ഉണ്ടായിരുന്നു. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി, ഇത് അദ്ദേഹമാണ് പ്രകാശനം ചെയ്തത്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ലേന മനോജ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ഉയർന്നു വരികയും അവർ നൽകിയ സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ട് ബെസ്റ്റ് വുമൺ എന്റർപ്രണർ അവാർഡ് നേടാൻ സാധിച്ച ഒരു അവാർഡ്, ഡയറക്ട് സെല്ലിങ്ങിന്റെ അവാർഡ് നമ്മുടെ മന്ത്രി GR അനിൽ സാറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ഒരു ഭാഗ്യം എൻ്റെ ഭാര്യ ലേന മനോജ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ടീം പോസിറ്റീവ് ഐക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ്. ഡിയർ ഫ്രണ്ട്സ്, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മുടെ പാർട്ട് ടൈമായിട്ട് നമ്മളെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇഫ് നോട്ട് മോഡി കെയർ ദെൻ വാട്ട്? ഈ മോഡി കെയർ പോലുള്ള ഒരു അവസരം, ഇത്രയധികം പ്രോഡക്റ്റുകളുള്ള ഒരു കമ്പനി, ഇത്രയധികം സക്സസ് സ്റ്റോറിയുള്ള ഒരു കമ്പനി, ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു കമ്പനി, ഇത്രയും നല്ല കോമ്പൻസേഷൻ പ്ലാൻ ഉള്ള ഒരു കമ്പനി, മോഡി കെയർ അല്ലാതെ മറ്റെന്ത് കമ്പനിയാണുള്ളത്? ഇഫ് നോട്ട് യു ദെൻ ഹൂ? നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളല്ലാതെ മറ്റൊരാളാണ്. ആരാണ്? ഇഫ് നോട്ട് നൗ ദെൻ വെൻ? ഇപ്പോഴല്ലാതെ പിന്നെ നിങ്ങൾ എപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഡിയർ ഫ്രണ്ട്സ്, ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ എടുക്കുന്ന ശക്തമായ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു ഒരു പഴയ കോട്ടാണ്, ചൈനീസ് കോട്ട്, എ ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. 1000 മൈൽ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ കണ്ട നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് നേടാനും വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക, ഗെറ്റ് രജിസ്റ്റേർഡ് യുവർ സെൽഫ്. മോദി കെയറിലേക്ക് നിങ്ങൾ കടന്നു വരിക. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഈ ബിസിനസ്സിൽ കടന്നു വന്നിട്ടുള്ള ധാരാളം ആൾക്കാരുടെ വിജയചരിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നമുക്ക് കാണിക്കാൻ കഴിയും. ടീം പോസിറ്റീവ് നിങ്ങൾക്ക് വേണ്ടുന്നുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ധാരാളം സക്സസ് സ്റ്റോറീസ് നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. ധാരാളം, ഞാൻ പറഞ്ഞില്ല, 115ഓളം ആൾക്കാർ ടീം പോസിറ്റീവയുടെ നേതൃത്വത്തിൽ വിദേശ യാത്ര ചെയ്തിട്ടുള്ള ചരിത്രം നിരന്ന് നിൽക്കുന്നതുണ്ടോ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ. അതുപോലെ കാർ വാങ്ങിയിട്ടുള്ള ആൾക്കാർ 15ഓളം പേര് പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ വൈഫ് ലേന മനോജിന്റെ സക്സസ് സ്റ്റോറിയാണ്. ഇത് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഈ ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, കൊല്ലത്ത്. പാർട്ട് ടൈമായി ചെയ്ത് തന്നെ കൊല്ലത്തെ അതേ വീടാണിത്, അതേ വീടാണ്. ഈ വീട് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ 50 ലക്ഷം രൂപയ്ക്ക് വീണ്ടും പുതുക്കി മുടി പിടിപ്പിച്ചിരുന്നു ഈ വീട്. ദെൻ ഇത് ഞങ്ങൾ ഈ കമ്പനിയുടെ ഫണ്ടിലൂടെ വാങ്ങിയ, തിരുവനന്തപുരത്ത് വാങ്ങിയ 1 കോടി രൂപയ്ക്ക് മേലുള്ള വീടാണ്. എനിക്ക് ഈ ബിസിനസ്സിൽ കടന്നു വരുമ്പം ഒരു ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ബൈക്കാണിത്. കേരളത്തിൽ ആദ്യമായി കാർ വാങ്ങുന്നത്, മോഡിക്കിലൂടെ കാർ വാങ്ങുന്നത് ഞങ്ങളുടെ ഫാമിലിയാണ്. ടീം പോസിറ്റീവായി അതിനെ അഭിമാനിക്കാണ്ട് ഫ്രണ്ട്സ്. അതിന്റെ ചിത്രമാണ്, ഇതിന്റെ കീ തരാൻ വേണ്ടി നമ്മളെ സമീർ മോഡി സാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് നേരിട്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കീയാണ്. ഇത് ഞങ്ങളുടെ 2ാമത്തെ കാറാണ്. ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറാണ്. സോ ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മോഡി കെയർ അവസരം അതിന് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഓൾ ദി സക്സസ്.